Hello everyone, welcome back to my YouTube channel and to a new video. So today we'll be discussing the concept discourse and agency. These two are background concepts to MA S4 Cultural Studies. Okay, so let's start with discourse. Discourse in cultural studies often draw its meaning from the work of Michel Foucault as well as subsequent theorists of discourse analysis as a method like Norman Fairclough. Discourse is a negotiated field of communication and cultural practice, which is where and how power operates. This can include things like speeches, radio program, newspapers, etc., but also express itself through norms of behavior and other forms of identity forming communication. Discourse, as per Foucault, is culturally and historically situated, which means that discursive construction of personhood, of custom, and of other forms of knowledge are not universal across space and time. Thus, the concept of discourse is used in cultural studies to explore the specific ways a culture constructs, negotiates, and determines what knowledge is, how power works, and where socio-cultural value is placed, often through objects and practices the culture produces. സോ ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ടേം മൈക്കിൾ ഫൂക്കോ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ മെയിനായിട്ട് പറയുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് മീനിങ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ആ മീനിങ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു കൾച്ചറിൽ ലാംഗ്വേജ് വഴി ഈ മീനിങ് ഉപയോഗിച്ച് കൺട്രോൾ നേടിയെടുക്കുന്നതെന്നും പറയുന്ന ഈ ഒരു കാര്യമാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. എല്ലാ കൾച്ചറിലും അതിൻ്റേതായ ലാംഗ്വേജ് ആണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ആസ്പെക്റ്റ്. ഇപ്പോൾ കേരള കൾച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ മലയാളമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ്. മലയാളത്തിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. യൂറോപ്യൻ കൾച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷാണ് എൻ്റെ മെയിൻ ആയിട്ടൊരു ലാംഗ്വേജ് വരുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുക, സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ മലയാളമാണ്, നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഹിന്ദി, ആൻഡ് ദെൻ നമുക്ക് ഫുൾ ഇന്ത്യൻ കൾച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാടധികം ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ ലാംഗ്വേജിലൂടെയാണ് മീനിങ് കൺസ്ട്രക്റ്റഡ് ആകുന്നത്, ലാംഗ്വേജിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്, നമ്മുടെ ഒപ്പീനിയൻസ് ആണെങ്കിലും ഷെയർ ചെയ്യുന്നത് ലാംഗ്വേജിലൂടെയാണ്. ഇനിയിപ്പോൾ വേർഡ്സ് അല്ല, നമ്മൾ സംസാരിക്കുന്ന അല്ലാതെ ആണെങ്കിൽ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട്, സൈൻ ലാംഗ്വേജ് ഉണ്ട്. ഇങ്ങനത്തെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ലാംഗ്വേജ് വഴിയാണ് നടക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ലാംഗ്വേജ് ഇസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. ഇവിടെ ഫൂക്കോ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത് പവറിനെയാണ്. ഫൂക്കോ പറയുന്നത് എങ്ങനെയാണ് ലാംഗ്വേജ് വഴി പവർ എക്സസൈസ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും എന്നാണ് അദ്ദേഹം പറയുന്നത്. So he says language is the base symbol system through which culture is created and maintained. And there is no outside of the text. Our experience is constructed by our way of talking about experience and thus is itself cultural linguistic construct. അപ്പോൾ ശരിക്കും ഈ ഒരു ലാംഗ്വേജ് വഴിയാണ് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഈ എക്സ്പീരിയൻസ് വഴിയാണ് നമുക്ക് പെർട്ടിക്കുലറായിട്ട് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നതെന്നും നമ്മൾ നമ്മുടെ സൊസൈറ്റിയെ, നമ്മുടെ ലോകത്തെ കാണുന്നതും നമ്മുടെ എക്സ്പീരിയൻസ് വഴിയാണ്. ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ വിശ്വസിക്കുന്ന പോലെ അല്ല എൻ്റെ ഫ്രണ്ട് വിശ്വസിക്കുന്നത്. നമുക്കൊരു പക്ഷേ കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അതിന് ബേസായിട്ട് വരുന്നത് നമ്മുടെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടൊരു എക്സ്പീരിയൻസസ് ആണ്. ആ എക്സ്പീരിയൻസസ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടായത്? ത്രൂ അവർ ലാംഗ്വേജ്. സോ ദാറ്റ് ഇസ് ദ ബേസിക് ഐഡിയ. ഈ ലാംഗ്വേജിനെയാണ് ഡിസ്കോഴ്സ് എന്ന് വിളിക്കുന്നത്. However, discourse is not a unitary phenomenon. It is multivocal in nature. ഡിസ്കോഴ്സിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് അതിൻ്റെ മൾട്ടി വൊക്കാലിറ്റിയാണ്. അത് കൊണ്ടുവന്നത് റഷ്യൻ തിയറിസ്റ്റ് ആയിട്ടുള്ള മൈക്കിൾ ബാക്തിൻ ആണ്. അപ്പം മൾട്ടി വൊക്കാലിറ്റി എന്ന കോൺസെപ്റ്റ് എന്താണ്? നമുക്ക് ഒരു ആകാശം എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരിക്കലും ആകാശത്തെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മുടെ സ്പേസ് എന്ന് പറയുമ്പോൾ പോലും അതൊരു അസംഷനാണ്. നമ്മളൊരു ഊഹക്കണക്കാണ് പറയുന്നത്. നമുക്ക് ഒരിക്കലും അത് മെഷർ ചെയ്യാനോ സഞ്ചരിക്കാനോ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ആ ഒരു അറ്റം വരെ, ബഹിരാകാശത്തിൻ്റെ അറ്റം വരെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ഓക്സിജൻ എപ്പോഴാണോ തീരുന്നത് ആ ഒരു ലെവൽ വരെ മാത്രമേ നമുക്ക്
നമ്മുടെ റോക്കറ്റ് ഉപയോഗിച്ചും സാറ്റലൈറ്റ് ഉപയോഗിച്ചും ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എത്ര ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണെങ്കിൽ പോലും ഒരു കറക്റ്റായിട്ട് നമുക്ക് ഒരിക്കലും സ്പേസിനെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അവിടെ ആ ഒരു കമ്പാരിസനാണ് വരുന്നത്. സ്പേസിനെ ലാംഗ്വേജായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കാരണം എങ്ങനെയാണോ ഒരു സ്പേസിൽ കുറേ ഫിനോമിനൻസ് ഉണ്ടാവും, ക്രോസ് വിൻഡ്, വേൾഡ്സ്, ടെമ്പറേച്ചർ വേരിയേഷൻ, അപ് ഡ്രിഫ്റ്റ്, ഡൗൺ ഡ്രിഫ്റ്റ് എക്സെട്ര. അതുപോലെ തന്നെ ലാംഗ്വേജിലും ഒരുപാടധികം ഇൻ്റർസെക്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ക്ലാസ്, പ്രൊഫഷൻ, ആക്ടിവിറ്റി, ജനറേഷൻ, ജെൻഡർ, റീജിയൻ എക്സെട്ര. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്ലാസ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ റീജിയൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളം തന്നെ ജോഗ്രഫിക്കലി പോകുമ്പോൾ പല രീതിയിലുള്ള സ്ലാങ്സ് ആണ്. മലയാളം തന്നെ തൃശ്ശൂർ സംസാരിക്കുന്നതല്ല ട്രിവാൻഡ്രത്ത് സംസാരിക്കുന്നത്, മലപ്പുറത്ത് സംസാരിക്കുന്ന വേറൊരു സ്ലാങ്ങിലാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എടുക്കുക നോക്കുകയാണെങ്കിലും അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ട്, ഒരുപാടധികം വേരിയേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജനറേഷൻ ഗ്യാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും മലയാളവും ഇംഗ്ലീഷും കൂടി ഒരുമിച്ച് സംസാരിക്കുന്ന ഒരു മോഡേൺ ജനറേഷനാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പല വാക്കുകളും നമ്മുടെ എൽഡേഴ്സിന്, നമ്മുടെ ഗ്രാൻഡ് പാരൻസിനൊന്നും അറിയത്തില്ലായിരിക്കും. അത് ആ വാക്ക് ഏതാണെന്നോ അതിൻ്റെ മീനിങ് എന്താണെന്നോ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നോ അവർക്ക് അറിയത്തില്ലായിരിക്കും. അത് ആ ജനറേഷൻ ഗ്യാപ്പ് കാരണമാണ് വരുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾ ഹൗ ഡിസ്കോഴ്സ് ഹാസ് a lot of intersections, why it is called multivocal in nature. നെക്സ്റ്റ് പറയുന്നത് എങ്ങനെയാണ് ഡിസ്കോഴ്സും ഐഡിയോളജിയും കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നാണ്. അത് യൂഷ്വലി ഒരു മാർക്സിസ്റ്റ് ടേം ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഐഡിയ ദാറ്റ് a concept about the structure of society and of reality which appears to be matters of fact that are products of economic relation. However, thinkers like Gramsci and Althusser tend to see ideology more broadly as those social practices and conceptualizations which lead us to experience reality in a certain way. ആൽത്തൂസിനെ സംബന്ധിച്ചിടത്തോളം ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസിനെ കണ്ടീഷൻ ചെയ്യുന്ന ഒരു ടേമാണ്. ഒരു എക്സാമ്പിളായിട്ട് തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഒരു കാലത്ത് പേട്രിയാർക്കൽ സൊസൈറ്റി, നമ്മളിപ്പോഴും പേട്രിയാർക്കൽ സൊസൈറ്റിയിലാണ് താമസിക്കുന്നത്, പക്ഷേ പണ്ട് കാലത്ത് ഒരു പേട്രിയാർക്കൽ നേച്ചർ എക്സ്ട്രീം ആയിരുന്നു. ഇൻ ദ സെൻസ് കൂടുതലും അവിടെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരുന്നത് വിമൺ ആയിരുന്നു, അല്ലെങ്കിൽ ഫീമെയിൽ ജെൻഡർ ആയിരുന്നു. അപ്പോൾ അവർ എന്താണ്, ഇൻഫീരിയർ ആണ്, ദേ ആർ വീക്കർ, ലെസ് റാഷണൽ എന്നുള്ള രീതിയിൽ കുറേ സ്റ്റീരിയോ ടൈപ്സ് ഓൾറെഡി പ്രിവലൻ്റ് ആയിരുന്നു. ആ സ്റ്റീരിയോ ടൈപ്സിൻ്റെ ബേസിസിലായിരുന്നു ആ ജെൻഡർ ഒരുപാടധികം ഒപ്രഷൻ നേരിട്ടത്. അപ്പോൾ ശരിക്കും അതൊരു ഐഡിയോളജിയുടെ ബേസിസിൽ വന്നതാണ്. എങ്ങനെയാണ് ഡിസ്കോഴ്സും ഐഡിയോളജിയും തമ്മിലുള്ള കണക്ഷൻ ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരുപാടധികം വർക്ക്സ് ആ സമയത്ത് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ എന്താണ്, ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അതായത് പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു ഡിവിഷൻ, ജെൻഡർ ഡിവിഷൻ കൊണ്ടുവന്ന് ഒരു ജെൻഡർ മാത്രം പ്രിവിലേജ്ഡ് ആണ്, ഒരു ജെൻഡർ ഇൻഫീരിയർ ആണ്, അതർ ആണ് എന്നുള്ള രീതിയിൽ ഒരു ഡിവിഷനായിരുന്നു മിക്ക ലാംഗ്വേജിലും മിക്ക ടെക്സ്റ്റുകളിലും എഴുതപ്പെട്ടിരുന്നത്. അങ്ങനെ തന്നെ അതൊരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി ഡിസ്കോഴ്സ് വഴി ഒരു റൂളായി. കാരണം എല്ലാവരും അതൊരു റൂളായിട്ട് തന്നെ ഏറ്റെടുത്തു, അതിനെ നോർമലൈസ് ചെയ്തു, നാച്ചുറലായിട്ട് വന്ന ഒരു കാര്യമാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്നും അതിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം എല്ലാവരും മറന്നുപോയി. അപ്പോൾ അങ്ങനെയാണ് ഒരു ഐഡിയോളജി ഡിസ്കോഴ്സ് വഴി ഒരു നാച്ചുറൽ ലോ ആയിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് ഐഡിയോളജിയും ഡിസ്കോഴ്സും തമ്മിലൊരു കണക്ഷൻ വരുന്നത്. So at the end, it was the theorist Pierre Macquarie who showed that it is possible by examining any structure of communication to see its ideological perspective through the break, the silence, the contradiction hidden in the text, as well as through all its implicit assumption about the nature of the world. അതായത് ഐഡിയോളജീസ് മാറാൻ പറ്റും, ഡിസ്കോഴ്സിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നുള്ളൊരു കാര്യം കുറേയൊക്കെ റീസെൻ്റ് ആയിട്ടാണ് ആ ഒരു ചേഞ്ച് ഇൻ മൈൻഡ് സെറ്റ് വന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഏജൻസി. ഇൻ സോഷ്യൽ സയൻസ്, ഏജൻസി ഈസ് ദ കപ്പാസിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ടു ഹാവ് ദ പവർ ആൻഡ് റിസോഴ്സസ് ടു ഫുൾഫിൽ ദെയർ പൊട്ടൻഷ്യൽ.
അപ്പോൾ ഏജൻസി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്, നമ്മുടെ ഒരു പവറും റിസോഴ്സും ഉപയോഗിച്ച് നമ്മുടെ ഡിസിഷൻസ് എടുക്കുക. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഒരുപാടധികം ഇൻഫ്ലുവൻസസ് തന്നെ ബാധിക്കാറുണ്ട്. എക്സാമ്പിൾ സോഷ്യൽ ക്ലാസ്, റിലീജിയൻ, ജെൻഡർ, എത്തനിസിറ്റി, എബിലിറ്റി, കസ്റ്റം എക്സെട്ര. ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ആ ഒരു ഏജൻറ്റിനെയും ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടെന്നും പറയുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന അയാൾ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലുള്ള കുറേ ഒരു രീതിയിൽ നമ്മൾ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കും. വി തിങ്ക് അബൌട്ട് ദ സൊസൈറ്റി റാദർ ദാൻ അവർ സെൽഫ്. അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. സോ ദി ഇൻഫ്ലുവൻസ് ഫ്രം സ്ട്രക്ചർ ആൻഡ് ഏജൻസി ആർ ഡിബേറ്റഡ്. ഇറ്റ് ഇസ് സബ്ജക്റ്റീവ്. It is unclear to what extent a person's action are constrained by social system. One's agency is one's independent capability or ability to act on one's will. And like I said, it is subjective in nature. കാരണം നമ്മുടെ പൂർണ്ണ ഒരു അധികാരമാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് കേപ്പബിലിറ്റി, അതാണ് ബേസിക്കലി ഏജൻസി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാടധികം ഫാക്ടേഴ്സ് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പാരൻറ്റ് ചൈൽഡ് കോൺഫ്ലിക്റ്റ്. നമ്മളിപ്പോൾ നമ്മുടെ മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഒരു റൂഡായിട്ട് പെരുമാറുമ്പോൾ തന്നെ മുതിർന്നവരോട് തർക്കിക്കില്ല എന്നുള്ളൊരു അൺറിട്ടൺ റൂൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും, അല്ലെങ്കിൽ വീട്ടുകാർ നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ അതിൻ്റെ സർക്കംസ്റ്റാൻസ് എന്താണ്, എൻവയൺമെൻറ്റ് എന്താണെന്ന് പല ആൾക്കാരും ആലോചിക്കുന്നില്ല. ഒരുപക്ഷെ നമുക്ക് ഒരു ഇൻസൾട്ട് ഫീൽ ചെയ്തിട്ടായിരിക്കാം നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് നമ്മൾ പറയുന്നതായിരിക്കാം. അങ്ങനത്തെ രീതിയിൽ മറ്റൊരാളെ ഹേർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ തർക്കുത്തരം പറയണമെന്നോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ ഒരു റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ അത് കേൾക്കുന്ന ആൾക്കാർ എങ്ങനത്തെ രീതിയിൽ എടുക്കും, പ്രായത്തിൽ കവിഞ്ഞ ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, ഇത് ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത്, ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്, ഇതാണോ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള ഒരു ടോക്കിലേക്ക് അത് പോകും. സോ ദാറ്റ് ഈസ് വൈ വൺസ് ഏജൻസി ഈസ് എക്സ്ട്രീംലി സബ്ജക്റ്റീവ്. നമ്മുടെ ഒരു അധികാരമാണ് നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞു വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് കേപ്പബിലിറ്റി എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതിനെ ഒരുപാടധികം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമ്മുടെ റിലീജിയൻ, നമ്മുടെ ഏജ്, നമ്മുടെ ജെൻഡർ, ഇതെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സാണ്. അതിൻ്റെ ബേസിസിലായിരിക്കും മിക്കപ്പോഴും എല്ലാവരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ജഡ്ജ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹെജമണി തിയറി ഇൻ കൾച്ചർ സ്റ്റഡീസ് was in some way consonant with works in other field exploring agency. So this basically talks about how there was a division in culture studies as well. കാരണം കൾച്ചർ സ്റ്റഡീസിൽ അവർ കൾച്ചർ സ്റ്റഡി ചെയ്യുന്നു എന്ന് മാത്രമല്ല, രണ്ട് രീതിയിലുള്ള സ്റ്റഡീസ് ആയിരുന്നു. ഒരു രീതിയിൽ ഈ ഒരു ഏജൻസിയെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് സ്റ്റഡീസ് ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം ഹെജമണി, കൾച്ചറൽ ഹെജമണി അല്ലെങ്കിൽ ഈ ഒരു ഡിവിഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന കുറേ തിയറിസ്റ്റുകളും വർക്ക്സും ഉണ്ടായിരുന്നു. സോ വാട്ട് ഹാപ്പൻഡ് വാസ് സംടൈംസ് ദി ക്രിട്ടിക്കൽ സ്റ്റഡീസ്, ദി ക്രിട്ടിക്കൽ വർക്ക്സ് ഓഫ് സം തിയറിസ്റ്റ് ഓവർസ്റ്റേസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഓർ ഈവൻ റൊമാൻറ്റിസൈസസ് സം ഫോംസ് ഓഫ് പോപ്പുലർ കൾച്ചറൽ ഏജൻസി. അതായത് സൊസൈറ്റിയാണ് മിക്കപ്പോഴും നമ്മുടെ ആ ഒരു ഏജൻസിയിൽ ഒരു ഒബ്സ്റ്റക്കിളായിട്ട് നിൽക്കുന്നത്. സൊസൈറ്റി പറഞ്ഞു വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നാച്ചുറൽ ലോ എന്നുള്ള രീതിയിൽ, ഒരു റൂൾ എന്ന രീതിയിൽ എല്ലാവരും ഏറ്റെടുക്കുകയും അതിൻ്റെ ബേസിസിൽ ഓരോ ആൾക്കാരുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ വർക്ക്സ് വന്നിട്ട് ഈ ഒരു കൾച്ചറൽ ഏജൻസിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, റൊമാൻറ്റിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് കൾച്ചർ ഏജൻസി എന്നോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നോ പലർക്കും മനസ്സിലാകാതെ പോയി. അതിൻ്റെ സിഗ്നിഫിക്കൻസ് അവിടെ നഷ്ടപ്പെട്ടു പോയി. കൾച്ചർ സ്റ്റഡീസ് ഓഫൻ കൺസേൺസ് ഇറ്റ് സെൽഫ് വിത്ത് ദി ഏജൻസി അറ്റ് ദ ലെവൽ ഓഫ് ദി പ്രാക്ടീസ് ഓഫ് എവറിഡേ ലൈഫ് ആൻഡ് അപ്രോച്ചസ് സച്ച് റിസർച്ച് ഫ്രം എ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് റാഡിക്കൽ കണ്ടക്ച്വലിസം. In other words, culture studies reject universal account of cultural practice, meaning and identity.
So that's about discourse and agency. I hope this was understandable, and I'll see you in the next video. Till then, take care.